ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ഓഫ് എന്താണ്, അപ്സ്ട്രീം കട്ട് ഓഫ് എന്താ, ഡൗൺ സ്ട്രീം കട്ട് ഓഫ് എന്താണെന്നുള്ളതൊക്കെ ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അത് നമ്മൾ വളരെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ കട്ട് ഓഫ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ള സ്റ്റെപ്സാണ്. എങ്ങനെ നമുക്ക് കട്ട് ഓഫിനെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, സോ നോക്കുക. ഡെപ്ത് ഓഫ് കട്ട് ഓഫ് ബിലോ ദ അപ്സ്ട്രീം HFL is given as 1.5 times R. അതായത് ഡെപ്ത് ഓഫ് ദ കട്ട് ഓഫ് ബിലോ ദ അപ്സ്ട്രീം HFL, ദാറ്റ് ഈസ് ഹൈ ഫ്ലഡ് ലെവൽ, ഈസ് 1.5 R. അപ്സ്ട്രീം HFL നിന്നും 1.5 R ടൈംസ് ബോട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, കട്ട് ഓഫിൻ്റെ ബോട്ടം മൂല്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി ആ R എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യനിൽ ഇവർ ബെഡ് ലെവൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവും. ദ ബെഡ് ലെവൽ ഓഫ് ദ റിവർ ഓർ വാട്ടർ ബോഡി ഓർ നമ്മൾ വെയർ കൊടുക്കുന്ന ഇവിടുത്തെ ബെഡ് ലെവൽ ഈസ് സംതിങ് എന്ന് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം. ഇനി ഇൻ കേസ് ചില ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ തന്നിട്ടില്ല, ബെഡ് ലെവൽ തന്നിട്ടില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൈറ്റ് ഡിഫറൻസ് കാണണമെങ്കിൽ നമുക്ക് ലെവൽ ഡിഫറൻസുകൾ കിട്ടണം. അതായത് ഓരോ ലെവൽസ് തമ്മിൽ കമ്പയർ ചെയ്താലേ എന്ത് കിട്ടുള്ളൂ, നമുക്ക് ഹൈറ്റ് ഡിഫറൻസ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റെഫറൻസ് പോയിൻ്റ് ലെവൽ കിട്ടിയിട്ട് ഒരു ബെഞ്ച് മാർക്ക് പോലെ നമുക്കൊരു റെഫറൻസ് പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇത്ര ഹൈറ്റിൽ ഇത്ര താഴെ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ലെവൽ ബെഡ് ലെവൽ എടുത്തിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുന്നു, അസ്യൂം എ ബെഡ് ലെവൽ ഓഫ് 100 meter ഫോർ ദ വെയർ. സോ നമ്മൾ വെയറിൻ്റെ ബെഡ് ലെവലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, 100 meterനെ അസ്യൂം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഹൈറ്റ് ഓഫ് ദ വെയർ 2 meter ആണ്. സോ വെയറിൻ്റെ ബെഡ് ലെവൽ 100 ആണ്, ഹൈറ്റ് 2 ആണെങ്കിൽ വെയറിൻ്റെ ടോപ്പ് ലെവൽ എത്രയായിരിക്കും, ദ ക്രസ്റ്റ് ലെവൽ ഓഫ് ദ വെയർ ഈസ് 100 + 2, ദാറ്റ് ഈസ് 102 meters. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്യാപിറ്റൽ H എന്ന് പറഞ്ഞാൽ നമ്മൾ 2.68 കിട്ടിയ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, ലെവൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രസ്റ്റ് ലെവൽ ഓഫ് ദ വെയർ ആൻഡ് അപ്സ്ട്രീം HFL ആണ്. അപ്സ്ട്രീം HFLിലേക്ക് വെയറിൻ്റെ ക്രസ്റ്റ് ലെവൽ എന്നുള്ള ഹൈറ്റ് ഒരു ഡിസ്റ്റൻസ് ഡിഫറൻസ് വെർട്ടിക്കൽ ഡിഫറൻസ് ആണ് എന്ത്, നമ്മളെ ക്യാപിറ്റൽ H എന്ന് പറയുന്നത്. സോ അതിവിടെ യൂസ് ചെയ്യുകയാണ്. നോക്കുക, അപ്സ്ട്രീം HFLൻ്റെ ലെവൽ, HFL ഹൈ ഫ്ലഡ് ലെവൽ, അപ്സ്ട്രീം ഹൈ ഫ്ലഡ് ലെവൽ ഈസ് ഈക്വൽ ടു എന്താണ്, ക്രസ്റ്റ് ലെവൽ വെയറിൻ്റെ ക്രസ്റ്റ് ലെവൽ പ്ലസ് H, ദാറ്റ് ഈസ് 102 പ്ലസ് 2.68, ദാറ്റ് ഈസ് ഈക്വൽ ടു 104.68 meters. ഓക്കെ, സോ അത് കഴിഞ്ഞ് നമ്മൾ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അവിടെ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്സ്ട്രീം HFLിൽ നിന്നും 1.5 R എന്നുള്ളൊരു ഡിസ്റ്റൻസ് താഴെയാണ് എന്ത് ചെയ്യുന്നത്, കട്ട് ഓഫ് നമ്മളതിൻ്റെ എൻഡ് കൊടുത്തിട്ടുള്ളത്, ഡെപ്ത് ഓഫ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ആ ക്യാപിറ്റൽ R കമ്പ്യൂട്ട് ചെയ്യണം. ആ ആറിനെ പറയുന്ന പേരാണ് ലേസീസ് സ്കോർ ഡെപ്ത്. ലേസി എന്ന് പറയുന്ന ആളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്, ലേസീസ് തിയറം വേറെയും വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ പറയാം, ലേസീസ് സ്കോർ ഡെപ്ത് R എന്ന് പറയുന്നത്. സോ R is given as 1.35 into Q²/F all raised to 1/3, where Q എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ Q ആണ്, ദാറ്റ് ഈസ് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത്. ക്യാപിറ്റൽ R is equal to 1.35 into Q²/F all raised to 1/3. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 5.18 meters എന്ന് കിട്ടി. നമ്മളെ ക്യാപിറ്റൽ R 5.18 കിട്ടി. ഇനി ഡെപ്ത് ഓഫ് അപ്സ്ട്രീം കട്ട് ഓഫ് ബിലോ അപ്സ്ട്രീം HFL എന്ന് പറഞ്ഞാൽ 1.5 R എന്നാണ് പറഞ്ഞത്. സോ 1.5 into 5.18, ദാറ്റ് ഈസ് 7.78. നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ട് അത് 7.8 meters ആക്കി. സോ അപ്സ്ട്രീം HFL നിന്നും 7.8 meter ബിലോ ആണ് എന്ത് വരുന്നത്, നമ്മൾ അപ്സ്ട്രീം സൈഡിലെ കട്ട് ഓഫിൻ്റെ ലെവൽ വരുന്നത്. ഓക്കെ, സോ ആ ലെവൽ കമ്പ്യൂട്ട് ചെയ്യാണ്. ബോട്ടം ലെവൽ ഓഫ് അപ്സ്ട്രീം കട്ട് ഓഫ് ഇസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് വരും, അപ്സ്ട്രീം HFL മൈനസ് 1.5 R. 1.5 R ഡിഡക്റ്റ് ചെയ്യുക, കാരണം അത്രയും ഹൈറ്റ് ഡിഫറൻസിലാണ് നമ്മൾ കട്ട് ഓഫ് കൊടുക്കേണ്ടതെന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളത്. സോ അപ്സ്ട്രീം HFL നമുക്കറിയാം 104.68 ആണ്. ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഡിഡക്റ്റ് 7.8. സോ നമുക്ക് കിട്ടും 96.88 meters എന്ന് കിട്ടും. 96.88 meters ആണ് നമ്മുടെ ബോട്ടം ലെവൽ ഓഫ് ദ കട്ട് ഓഫ് വരുന്നത്. ഓക്കെ, ഇനി അങ്ങനെ അപ്പോൾ നമുക്ക് കട്ട് ഓഫിൻ്റെ ബോട്ടം ലെവൽ കിട്ടി, അതുപോലെ തന്നെ അപ്സ്ട്രീം HFL കിട്ടി. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഡെപ്ത് ഓഫ് അപ്സ്ട്രീം കട്ട് ഓഫ് ബിലോ ദ ബെഡ് ലെവൽ. അതായത് നേരത്തെ നമ്മൾ അപ്സ്ട്രീം HFLിൽ നിന്നുള്ള ഡെപ്താണ് കണ്ടത് കട്ട് ഓഫിൻ്റെ അവിടേക്ക്. ഇനി നമ്മൾ കാണുന്നത് നമ്മളെ ബെഡ് ലെവലിൽ നിന്ന്, റിവറിൻ്റെ അല്ലെങ്കിൽ നമ്മളെ വാട്ടർ ബോഡിയുടെ ബെഡ് ലെവലിൽ നിന്ന് എത്ര ഡെപ്ത് നമുക്ക് അപ്സ്ട്രീം കട്ട് ഓഫിന് വേണമെന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അറിയാം ബെഡ് ലെവൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത് 100 ആണ്. ദെൻ ബോട്ടം ലെവൽ നമുക്ക് കിട്ടി 96.88 ആണ് അപ്സ്ട്രീം കട്ട് ഓഫിൻ്റെ ബോട്ടം ലെവൽ വരുന്നത്, 96.88. സോ അത് രണ്ടും ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 3.12 meter ആണ് എന്ത് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കട്ട് ഓഫിൻ്റെ ഡെപ്ത് വരുന്നത് അല്ലെ ഹൈറ്റ് വരുന്നത് അല്ലേ, ഡെപ്ത് വരുന്നത്. സോ 3.12 meter കിട്ടി, നമ്മളത് എന്ത് ചെയ്തു 3 meter ആയിട്ട് പ്രൊവൈഡ് ചെയ്യാണ്. നമ്മളൊന്ന് റൗണ്ട് ഓഫ് ചെയ്യാണ്, 3 meter ആയിട്ട് പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ,
ദെൻ അപ്സ്ട്രീം സൈഡിലെ കട്ട് ഓഫിൻ്റെ ഡെപ്ത് നമുക്ക് 3 മീറ്റർ കിട്ടി. സോ ഡൗൺ സ്ട്രീം സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിം വാല്യൂ തന്നെ നമ്മൾ കൊടുക്കുകയാണ്, നമ്മുടെ കട്ട് ഓഫിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്സ്ട്രീം ഫ്ലോറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണാം നമ്മൾ ഒരു 3 മീറ്റർ ഡെപ്തിൽ അപ്സ്ട്രീം കട്ട് ഓഫ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തൊരു 3 മീറ്റർ ഡെപ്തിൽ ഡൗൺ സ്ട്രീം കട്ട് ഓഫും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഡൗൺ സ്ട്രീം സൈഡിൽ വരുന്ന നമ്മളുടെ ലെങ്ത്ത് L2 L3 നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ L1 അങ്ങനെയുള്ള ആൾക്കാരെ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നു. ബാക്കി ലെങ്ത്തുകൾ നമ്മുടെ റിമൈനിങ് ആയിട്ട് വരുന്ന നമ്മളുടെ ലെങ്ത്തുകളെല്ലാം എന്ത് ചെയ്യണം, കമ്പ്യൂട്ട് ചെയ്യാൻ പോവാണ് നെക്സ്റ്റ് നമ്മൾ. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം ബ്ലൈസ് തിയറി പ്രകാരം നമ്മൾ പറഞ്ഞിരുന്നു ലെങ്ത് ഓഫ് ക്രീപ്പ് ഓർ സി പി എന്ന വാട്ടർ മൂവ് ചെയ്യുന്ന ലെങ്ത്ത് ഡിസ്റ്റൻസ് അതിന് പ്രൊപ്പോർഷണലാണ് എന്ത്, നമ്മളുടെ ഹെഡ് ലോസ് ഓർ HL, അതായത് L പ്രൊപ്പോർഷണൽ ടു HL. ദെൻ നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ L ഈസ് പ്രൊപ്പോർഷണൽ ടു HL ആകുമ്പോൾ ഈക്വൽ ടു ആക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും അല്ലേ. സോ L ഈസ് ഈക്വൽ ടു C ഇൻറ്റു HL. സോ സി വാല്യൂ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 12 എന്നുള്ളത്. HL നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു 2.6 നേരത്തെ കമ്പ്യൂട്ട് ചെയ്താണ്. അപ്പോൾ നമുക്ക് 12 ഇൻറ്റു 2.6 എന്ത് കിട്ടും, 31.2 മീറ്റർ കിട്ടും നമ്മുടെ മൊത്തം ലെങ്ത്ത്. അതായത് സേഫ് ക്രീപ്പ് ലെങ്ത് ഈസ് 31.2 മീറ്റർ. അതായത് 31.2 മീറ്ററിനേക്കാളും താഴേക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ക്രീപ്പ് ലെങ്ത്ത് പോരാൻ പാടില്ല. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, കാരണം ഹെഡ് ലോസ് കൂടും, ഓട്ടോമാറ്റിക്കലി അപ്ലിഫ്റ്റിംഗ് എഫക്റ്റ് കുറയും. അപ്പോൾ അതിൻ്റെ താഴേക്ക് അതാണ് സേഫ് ആയിട്ടുള്ള ഇവിടുത്തെ ക്രീപ്പ് ലെങ്ത്ത്. അപ്പോൾ ഇനി നമ്മൾ ക്രീപ്പ് ലെങ്ത്ത് കമ്പ്യൂട്ട് ചെയ്യണം. അതായത് 31.2 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ L1 മിനിമം എത്ര വാല്യൂ ആണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളെ L1 ഇപ്പോൾ നിലവിൽ അൺനോൺ ആണ്. L1 വാല്യൂ എത്ര കൊടുത്താൽ മിനിമം എത്രയെങ്കിലും വേണം ഈ 31.2 മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ വാട്ടർ എൻ്റർ ചെയ്യുന്നത് ഈ അപ്സ്ട്രീം കട്ട് ഓഫിൻ്റെ ടോപ്പ് പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ നമ്മൾ സോയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് വാട്ടർ മൂവ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. നോക്കുക, ആദ്യം ഡൗൺവേർഡ് ആയിട്ട് ഒരു വെർട്ടിക്കലി മൂവ് ചെയ്യുന്ന സമയത്ത് 3 മീറ്റർ മൂവ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും ആ അപ്സ്ട്രീം കട്ട് ഓഫിൻ്റെ സൈഡിലൂടെ തന്നെ വീണ്ടും മേളിലേക്ക് മൂവ് ചെയ്യും 3 മീറ്റർ. ദെൻ L1 ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ട് നമ്മൾ വെയറിൻ്റെ ബോട്ടത്തിലെത്തും. ദെൻ വെയറിൻ്റെ ബോട്ടം വിഡ്ത്തായിട്ടുള്ള 4 മീറ്റർ മൂവ് ചെയ്യുമ്പോൾ +4. ദെൻ അഗെയിൻ 12 മീറ്റർ നമ്മുടെ നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഡൗൺ സ്ട്രീം ഫ്ലോർ, അത്രയും മൂവ് ചെയ്യും. ദെൻ അഗെയിൻ 3 മീറ്റർ ഡൗൺവേർഡ് നമ്മുടെ ഡൗൺ സ്ട്രീം കട്ട് ഓഫ്. ദെൻ അഗെയിൻ 3 മീറ്റർ അപ്വേർഡ് ഡൗൺ സ്ട്രീം കട്ട് ഓഫിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി ബ്ലൈസ് തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ബ്ലൈസ് തിയറിയുടെ കൺസെപ്റ്റ് തന്നെ ഇതാണ്, എന്ത്, നമ്മൾ സീപ്പിംഗ് വാട്ടർ മൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയാണ്, നമ്മളെ സ്ട്രക്ചറിൻ്റെ ഹൈഡ്രോളിക് സ്ട്രക്ചറിൻ്റെ ഫൗണ്ടേഷൻ്റെ സർഫസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ്റെ അല്ലെങ്കിൽ ബോട്ടം സ്ട്രക്ചേഴ്സിൻ്റെ നമ്മളെ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൻ്റെ ബോട്ടത്തിൽ സോയിലിൽ ബിലോ വരുന്ന സ്ട്രക്ചേഴ്സിൻ്റെ സർഫസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പാത്ത് നമ്മളെ വാട്ടർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 + 3 + L1 + 4 + 12 + 3 + 3 എന്നുള്ള മൊത്തം നമ്മുടെ ഡിസ്റ്റൻസ്, സീപ്പിംഗ് ഡിസ്റ്റൻസ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു 31.2. അതായത് മിനിമം 31.2 എങ്കിലും വേണം, അതിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ സേഫേ ആവുള്ളൂ, അതാണ് പറയുന്നത്. സോ അത് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. 31.2 ഈസ് ഈക്വൽ ടു ദിസ് സം ഇതിലേക്ക് കൊടുത്തപ്പോൾ നമുക്ക് L1 മിനിമം വേണ്ട ഡിസ്റ്റൻസ് കിട്ടി 3.2. അപ്പോൾ നമ്മൾ 3.2 ഉണ്ടെങ്കിൽ സേഫാണ്. ഇനി അതിന് മേലെ കൊടുത്താൽ കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ 3.2 തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ 4 കൊടുക്കാം, 5 ഒക്കെ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, 5 മീറ്റർ കൊടുത്തു. നമ്മുടെ ഇഷ്ടത്തിന് റൗണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ, താഴേക്ക് അവരത് മുകളിലേക്ക് കൊടുക്കണം മാത്രം. ഓക്കെ, സോ നമ്മൾ പ്രൊവൈഡ് ചെയ്തത് 5 മീറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തു. L1 എന്നുള്ള ഡിസ്റ്റൻസ് 5 മീറ്റർ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ആൾറെഡി 3.2 ആയിരുന്നു നമുക്ക് മിനിമം വേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ 3.2 പകരം 5 കൊടുത്ത സ്ഥിതിക്ക് നമ്മുടെ ക്രീപ്പ് ലെങ്ത്ത് കൂടിയിട്ടുണ്ടാവും, ടോട്ടൽ ക്രീപ്പ് ലെങ്ത്ത്. അപ്പോൾ വീണ്ടും പുതിയ ടോട്ടൽ ക്രീപ്പ് ലെങ്ത്ത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാണ്. എങ്ങനെ വരിക, 3 + 3 + 5 + L1 പകരം 5 കൊടുക്കുക, 3 + 3 + 5 + 4 + 12 + 3 + 3 ദാറ്റ് ഈസ് 33 മീറ്ററായി മാറി. നമ്മുടെ പുതിയ ക്രീപ്പ് ലെങ്ത്ത് 33 മീറ്റേഴ്സായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ബ്ലൈസ് തിയറി പ്രകാരം നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ബ്ലൈസ് തിയറിയിൽ പറയുന്നത് തന്നെയാണ് എന്ത്, ക്രീപ്പ് ലെങ്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു ഹെഡ് ലോസ്. അപ്പോൾ നമ്മൾ ഹെഡ് ലോസ് മാറുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്രീപ്പ് ലെങ്ത് മാറണം, തിരിച്ചും സംഭവിക്കണം അല്ലേ, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ. ഓർ L ഈസ് പ്രൊപ്പോർഷണൽ ടു HL, ഓർ ഇൻ അതർ വേർഡ്സ് L ഈസ് ഈക്വൽ ടു C ഇൻറ്റു HL. അപ്പോൾ നമ്മൾ നേരത്തെ 31.2 മീറ്റേഴ്സ് 31.2 മീറ്റേഴ്സ് ക്രീപ്പ് ലെങ്ത് ഉണ്ടായപ്പോഴായിരുന്നു നമുക്ക് 2.6 മീറ്റേഴ്സ് ഹെഡ് ലോസ് ഉണ്ടായിരുന്നത്. 2.6 മീറ്റർ ഹെഡ് ലോസും 13.2 മീറ്റർ ക്രീപ്പ് ലെങ്ത്തും ആണ് പ്രൊപ്പോർഷണലായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ 31.2 മീറ്റർ മിനിമം വേണം, അതിനേക്കാളും കുറച്ച് കൂട്ടി നമ്മൾ 33 മീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ ലെങ്ത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊപ്പോർഷണലായിട്ട് നമ്മളെ ഹെഡ് ലോസ് ഈ ഒരു സിറ്റുവേഷനിലുള്ള ഹെഡ് ലോസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതായത് 31.2 കറസ്പോണ്ടിങ് വാല്യൂ ആണ് 2.6 എങ്കിൽ 31.2 മാറി 33 ആകുമ്പോൾ അതിന് കറസ്പോണ്ടിംഗ്ലി നമ്മൾ 2.6 എന്ത് ചെയ്യണം, ചേഞ്ച് വരണം. സോ അതാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഹെഡ് ലോസ് കറസ്പോണ്ടിങ് ടു 33 മീറ്റർ ഓഫ് ക്രീപ്പ് ലെങ്ത് എങ്ങനെ കിട്ടും, നമ്മൾ 33 മീറ്റർ ആയിട്ടുള്ള ലെങ്ത് ഡിവൈഡ് ബൈ നമ്മൾ സിയുടെ വാല്യൂ അല്ലേ, എൽ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എച്ച് എൽ ആണ്, ഓർ എച്ച് എൽ ഇസ് ഈക്വൽ ടു എൽ ബൈ സി എന്ന് എഴുതാം. സോ 33/12 ദാറ്റ് ഈസ് 2.75. നമ്മൾ 33 മീറ്റർ ക്രീപ്പ് ലെങ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന നമ്മുടെ ഹെഡ് ലോസ് 2.75 മീറ്ററാണ്. ഓക്കെ, അതാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് തിക്നെസ് ഓഫ് ദ ഫ്ലോർ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ചെയ്തത് ഫ്ലോറിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലുള്ള ഫ്ലോറിൻ്റെ ലെങ്ത്ത് കണ്ടു, പിന്നെ നമ്മൾ വന്നിട്ട് വെയറിൻ്റെ ഡിസൈൻ ചെയ്തു, പിന്നെ നമ്മൾ അപ്സ്ട്രീം സൈഡിലുള്ള ലെങ്ത്ത് കമ്പ്യൂട്ട് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ കട്ട് ഓഫ് ഡിസൈൻ ചെയ്തു. ദെൻ ലാസ്റ്റ്ലി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലോറിൻ്റെ തിക്നെസ്, നമ്മൾ അപ്സ്ട്രീം സൈഡിലും ഡൗൺ സ്ട്രീം സൈഡിലും കൊടുക്കുന്ന ഫ്ലോറിൻ്റെ തിക്നെസ്സുകൾ കമ്പ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്ലോറിൻ്റെ തിക്നെസ്. ഓക്കെ, ദെൻ അപ്പോൾ അവിടെ നമുക്ക് ആൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചൊരു ഇക്വേഷൻ നമുക്കുണ്ടായിരുന്നു. തിക്നെസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. ടി ഈസ് ഈക്വൽ ടു 1.33 ഇൻറ്റു എച്ച് ബൈ ജി മൈനസ് 1 അല്ലേ, 1.33 ഇൻറ്റു എച്ച് ഡിവൈഡ് ബൈ ജി മൈനസ് 1, എച്ച് ബൈ ജി മൈനസ് 1 എന്നിട്ട് നമ്മൾ ആൾറെഡി ചെയ്ത് തിക്നെസ്സിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ ചെയ്യുന്നത് എന്താ നോക്കുക. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ തിക്നെസ്സുകൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ തിക്നെസ്സുകൾ കമ്പ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കറിയാം 33 മീറ്റർ ഡിസ്റ്റൻസ്, അതായത് ക്രീപ്പ് ലെങ്ത്ത് 33 മീറ്റർ വരുമ്പോൾ ഫോർ എ 33 മീറ്റർ ലെങ്ത് ഓഫ് ട്രാവലിംഗ്, നമ്മൾ സീപ്പിംഗ് വാട്ടറിൻ്റെ 33 മീറ്റർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുണ്ടാകുന്ന ഹെഡ് ലോസ് നമുക്കിപ്പോൾ കിട്ടിയ എത്രയാണ്, 2.75 മീറ്ററാണ്. 33 മീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ അതിന് വേണ്ടത് 2.75 മീറ്റേഴ്സാണ്. 2.75 മീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ ലെങ്ത് ഓഫ് ട്രാവലിന് എത്ര ഹെഡ് ലോസ് വരുന്നതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. 33 മീറ്റർ ട്രാവലിങ്ങിന് നമുക്ക് 2.75 ഹെഡ് ലോസ് വരുന്നുണ്ടെങ്കിൽ 1 മീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഹെഡ് ലോസ് വരും എന്നുള്ളതാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അതായത് 33 മീറ്ററിന് 2.75 ലോസ് ആണെങ്കിൽ 1 മീറ്ററിന് 2.75 ഡിവൈഡഡ് ബൈ 33 അല്ലേ. 1 മീറ്റർ ആകുമ്പോൾ 2.75 ഡിവൈഡ് ബൈ 33, ഇത്രയാണ് എന്ത് വരിക, ഹെഡ് ലോസ് വരിക. 1 മീറ്ററിന് കറസ്പോണ്ടിംഗ്ലി നമുക്ക് വരുന്ന ഹെഡ് ലോസ്, 1 മീറ്ററിന് കറസ്പോണ്ടിങ് ഹെഡ് ലോസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ വരുന്നത് പിന്നെ ഓരോ പോയിന്റിൽ, അതായത് നമ്മളെ ഫ്ലോറിലെ ഓരോ എ പോയിന്റ് ബി പോയിന്റ് എന്നാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് പോയിന്റുകൾ എയും ബിയും മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫിഗറിൽ. അതായത് എ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വെയർ കഴിഞ്ഞ് നേരെ ബോട്ടത്തിൽ വരുന്ന ഫസ്റ്റ് പോയിന്റാണ്. ബി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മൊത്തം കാണിച്ച 12 മീറ്ററിൻ്റെ മിഡിൽ വരുന്നൊരു പോർഷനാണ് ബി പോയിന്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് പോയിന്റിലുള്ള നമ്മുടെ ഫ്ലോറിൻ്റെ തിക്നെസ്സുകൾ നമ്മൾ ചെക്ക് ചെയ്യാണ്. ഫ്ലോറിൻ്റെ തിക്നെസ് നമ്മൾ ചെക്ക് ചെയ്യാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ അറ്റ് പോയിന്റ് എ വരെ നമ്മൾ വാട്ടർ മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ സീപ്പ് ചെയ്ത് പോകാൻ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഫിഗർ നോക്കുക. പോയിന്റ് എയിലേക്ക് എത്താൻ ആദ്യം നമ്മൾ അപ്സ്ട്രീം കട്ട് ഓഫിൻ്റെ ഡൗൺവേർഡായിട്ട് ഒരു മൂവ്മെൻറ്റ് എത്ര വരും, 3 മീറ്റർ. ദെൻ അപ്സ്ട്രീം കട്ട് ഓഫിൻ്റെ അവിടെ തന്നെ അപ്വേർഡായിട്ട് ഒരു മീറ്റർ മൂവ്മെൻറ്റ് 3 മീറ്റർ. അപ്പോൾ 3 + 3. ദെൻ L1ൻ്റെ വാല്യൂ അതായത് 5 പ്ലസ് ഒരു 4 മീറ്റർ. 3 ആകുമ്പോഴാണ് എന്ത് വരുന്നത്, നമ്മുടെ എ എന്നുള്ള പോയിന്റിലേക്ക് വാട്ടർ എത്തുന്നത് അല്ലേ, സീപ്പ് ചെയ്തിട്ടുള്ള വാട്ടർ എത്തുന്നത്. അപ്പോൾ നോക്കുക, അറ്റ് പോയിന്റ് എ ലെങ്ത് ഓഫ് ട്രാവൽ അപ് ടു പോയിന്റ് എ ഈസ് 3 + 3 + 5 + 4 ദാറ്റ് ഈസ് 15 മീറ്റർ. 15 മീറ്റേഴ്സ് മൂവ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ നമ്മുടെ എ പോയിന്റിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 1 മീറ്റർ മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ 1 മീറ്റർ സീപ്പിങ്ങിന് 1 മീറ്റർ സീപ്പിങ്ങിന് കറസ്പോണ്ടിംഗ്ലി വരുന്ന ഹെഡ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എത്രയാണ്, 2.75/33 ആണ് 1 മീറ്ററിന്. അങ്ങനെയാണെങ്കിൽ 15 മീറ്ററിന് കറസ്പോണ്ടിംഗ്ലി വരുന്ന ഹെഡ് ലോസ് എങ്ങനെ കാണും,
2.75 divided by 33 into 15, that is 1.25 meters. അപ്പോൾ സി പി ചെയ്യാൻ തുടങ്ങി എ എന്നുള്ളൊരു പോയിന്റിലേക്ക് വാട്ടർ എത്തുമ്പോഴേക്കും 1.25 മീറ്റർ ഹെഡ് എന്ത് ചെയ്യുന്നുണ്ട്, ലോസ് ആയി പോകുന്നുണ്ട്. സോ അവൈലബിൾ ഹെഡ് ഓർ റെസിജ്വൽ ഹെഡ് അറ്റ് ദ പോയിന്റ് എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ആക്ച്വലി ഉള്ള ടോട്ടൽ ഹെഡ് മൈനസ് ഈ ലോസ് ആയ ഹെഡ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് സി പി ചെയ്യാൻ തുടങ്ങിയിട്ട് സീപ്പിംഗ് ചെയ്ത് എ പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും 1.25 മീറ്റർ ഹെഡ് ഇവിടെ ലോസായി പോകുന്നുണ്ട്. അപ്പോൾ അത്രയും ലോസായി റിമൈനിങ് ഹെഡ് എത്രയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതാണ് എന്ത് അവൈലബിൾ ഹെഡ് അല്ലെങ്കിൽ റെസിജ്വൽ ഹെഡ് എന്ന് പറയുന്നത്. സോ എ പോയിന്റ് വരുന്ന അവൈലബിൾ ഓർ റെസിജ്വൽ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്, ടോട്ടലി ഉള്ള നമ്മളെ ഹെഡ് ലോസ് ആയിട്ടുള്ള 2.75 മൈനസ് 1.25, ദാറ്റ് ഈസ് 1.5 മീറ്റർ. ഇത്രയും ഹെഡാണ് ഇവിടെ അപ്ലിഫ്റ്റിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. So floor thickness at A, required thickness at A is equal to 1.33 into h by g minus 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് 1.425 മീറ്റർ എന്ന് കിട്ടും. അതിനൊന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 1.5 മീറ്റർ എന്ന് കൊടുക്കുന്നു അറ്റ് പോയിന്റ് എ. പോയിന്റ് എയിൽ നമ്മൾ 1.5 മീറ്റേഴ്സ് കൊടുത്തു. ഇനി അടുത്തത് അറ്റ് പോയിന്റ് ബി. പോയിന്റ് ബിയിലേക്ക് എത്തുമ്പോഴുള്ള ചേഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വെയറിൻ്റെ മുകളിലൂടെ വാട്ടർ ഫോൾ ചെയ്ത് നേരെ വന്ന് ഹിറ്റ് ചെയ്യുന്ന പോർഷനാണ് പോയിന്റ് എ എന്നുള്ള പറയുന്നത് അല്ലേ. ബിയിലേക്ക് എത്തുമ്പോൾ വാട്ടർ കുറച്ചും കൂടി ഒന്ന് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുണ്ടാവും. അതായത് വന്ന് നേരെ ഇമ്പാക്റ്റ് ചെയ്യൽ കഴിഞ്ഞ് ഒന്നുകൂടി സ്റ്റേബിളായിട്ടാവും വാട്ടർ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എ പോയിന്റിലുള്ള അത്ര അധികം തിക്നെസ് ചിലപ്പോൾ നമുക്ക് അവിടെ വേണ്ടി വന്നോളന്നില്ല ബി പോയിന്റിൽ. ഇനി ചിലപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് വേണമെങ്കിൽ ഒരുപോലെ കൊടുക്കുകയും ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസൈൻസ് ചോയ്സ്. ഓക്കെ, പിന്നെ നമ്മൾ പോയിന്റ് ബി എടുക്കുകയാണ്. അവിടുത്തെ അപ്ലിഫ്റ്റിംഗ് എഫക്റ്റാണ് നോക്കുന്നത്. അതായത് പോയിന്റ് ബിയിലേക്ക് എത്തുന്ന സമയത്തേക്ക് എത്രമാത്രം ഡിസ്റ്റൻസ് നമ്മൾ വാട്ടർ സീപ്പ് ചെയ്ത് മൂവ് ചെയ്യേണ്ടി വരുന്നതാണ് നോക്കുന്നത്. അപ്പോൾ പോയിന്റ് ബിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫിഗറിൽ നോക്കിയാൽ അറിയാം. ആദ്യം എന്ത് ചെയ്യണം, അപ്സ്ട്രീം സൈഡിലുള്ള കട്ട് ഓഫിൻ്റെ ഡൗൺവേർഡ് മൂവ്മെൻറ്റ്, വെർട്ടിക്കലി ഡൗൺവേർഡ് മൂവ്മെൻറ്റ് നോക്കണം. അതായത് 3 മീറ്റർ. ദെൻ അപ്സ്ട്രീം സൈഡിൽ തന്നെ വീണ്ടും ഒരു 3 മീറ്റർ കട്ട് ഓഫിൽ. ദെൻ അപ്സ്ട്രീം ഫ്ലോറിൽ ഒരു L1-ൻ്റെ അതായത് 5 മീറ്റർ. ദെൻ ബോട്ടം വിഡ്ത്ത് 4 മീറ്റർ. ദെൻ 12-ൻ്റെ ഹാഫ് അതായത് നമ്മൾ 6 മീറ്റേഴ്സ്. ഇത്രയാണ് എന്ത് വരിക, ബി പോയിന്റിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ് നോക്കുക. 3 + 3 + 5 + 4 + 12/2, ദാറ്റ് ഈസ് 21 മീറ്റേഴ്സ്. അതായത് നമ്മൾ വാട്ടർ സീപ്പ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം 21 മീറ്റേഴ്സ് മൂവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ബി എന്നുള്ള പോയിന്റിലേക്ക് എത്തുന്നത്. അപ്പോൾ 1 മീറ്റർ മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ സീപ്പേജിന് വരുന്ന ഹെഡ് ലോസ് നമുക്കറിയാം 2.75/33 ആണ്. അങ്ങനെയാണെങ്കിൽ 21 മീറ്റേഴ്സ് ആകുമ്പോൾ എന്ത് വരും, 2.75/33 × 21, ദാറ്റ് ഈസ് 1.75 മീറ്റർ ഹെഡാണ് എന്ത് ചെയ്യുന്നത് ബി എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ വാട്ടർ എത്തുന്ന സമയത്ത് സീപ്പേജ് കാരണം നമുക്ക് അവിടെ ലോസായി പോകുന്നത്. അപ്പോൾ അവൈലബിൾ ഹെഡ് എന്ന് വരും, ടോട്ടലി ഉള്ള 2.75 മീറ്റർ ഹെഡ് മൈനസ് 1.75, ദാറ്റ് ഈസ് 1 മീറ്റർ ഹെഡാണ് എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബി എന്നുള്ള പോയിന്റിൽ. സോ ഫ്ലോർ തിക്നെസ് എന്ത് വരും, ടി ബി സി ഈക്വൽ ടു 1.33 × 1/2.4 - 1, ദാറ്റ് ഈസ് 0.95. നമ്മൾ റൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു 1 മീറ്ററും പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി നമ്മൾ ഫിഗർ നോക്കുക, എന്തൊക്കെയാണ് വരച്ച് കൊടുത്തില്ലേ നോക്കുക. നമുക്ക് L4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഡാറ്റാസ് ഇവിടെ നോക്കുക. നമ്മൾ വെയർ കാണിച്ചിട്ടുണ്ട്, വെയറിൻ്റെ മുകളിൽ ഷട്ടർ കൊടുത്തിട്ടുണ്ട്. വെയറിൻ്റെ ഹൈറ്റ് 2 മീറ്റർ, ഷട്ടറിൻ്റെ ഹൈറ്റ് 0.6 മീറ്റർ. ദെൻ വെയറിൻ്റെ ബോട്ടം വിഡ്ത്ത് 4 മീറ്റർ കാണിച്ചിട്ടുണ്ട്. L1 ആയിട്ടുള്ള നമ്മൾ അപ്സ്ട്രീമിലെ ഫ്ലോർ 5 മീറ്റർ കാണിച്ചിട്ടുണ്ട്. L2-നെ 2 പാർട്ടായിട്ട് നമ്മൾ എയും ബിയും അതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 6 മീറ്റർ 6 മീറ്റർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ദെൻ എ ടു ബി നമ്മൾ ലാർജസ്റ്റ് തിക്നെസ് കൊടുത്തു 1.5 മീറ്റർ. ദെൻ ബി പോയിന്റിൽ നമുക്ക് കിട്ടിയ 1 മീറ്റർ നമ്മൾ ത്രൂ ഔട്ട് ഫ്ലോറിന് എന്ത് ചെയ്തു പ്രൊവൈഡ് ചെയ്തു. ദെൻ 3 മീറ്റർ ഡെപ്ത് ഉള്ള നമ്മൾ 2 കട്ട് ഓഫുകൾ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും കൊടുത്തിട്ടുണ്ട്. ദെൻ 100 ആണ് നമ്മളെ ബെഡ് ലെവൽ എന്നുണ്ടെങ്കിൽ 99-ലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഫ്ലോറിൻ്റെ 1 മീറ്റർ ഡെപ്ത് കഴിഞ്ഞാൽ വരുന്ന ഫ്ലോർ ലെവൽ. ദെൻ എ പോയിന്റിൽ നമുക്ക് +98.5-ലാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ ലെവൽ വരുന്നത്, കാരണം 1.5 മീറ്റർ തിക്നെസ് ഉണ്ട്. ദെൻ കട്ട് ഓഫിൻ്റെ ഏറ്റവും താഴെ നമുക്ക് 97 മീറ്റേഴ്സും കാണാം. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താലസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ കൊടുത്തിരുന്ന L3 ആൻഡ് L4 കൊടുത്തിട്ടുണ്ട് നോക്കുക. L3 നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിരുന്നു 20 മീറ്റേഴ്സ് കമ്പ്യൂട്ട് ചെയ്തിരുന്നു. അതിൻ്റെ നേരെ ഹാഫായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത് L4 എന്ന് പറയുന്നത് നമ്മൾ 10 മീറ്റർ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ക്യാപിറ്റൽ H കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രസ്റ്റ് ഓഫ് ദ വെയർ ആൻഡ് ദ അപ്സ്ട്രീം HFL. ഇവിടെ കാണാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് 2.68 മീറ്റർ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ക്രസ്റ്റ് ഓഫ് ദ വെയറിന്ന് നമ്മുടെ അപ്സ്ട്രീം HFL-ലേക്ക്. ദെൻ നമുക്ക് അപ്സ്ട്രീം സൈഡിലുള്ള ഫ്ലോർ താലസ് ഫ്ലോർ ചെറുതാണ് L4 മാർക്ക് ചെയ്തത്. ഡൗൺ സ്ട്രീം സൈഡിൽ കൊടുത്ത താലസ് ഫ്ലോർ L3 മാർക്ക് ചെയ്തത് ലാർജസ്റ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയറിൻ്റെ മുകളിൽ നിന്ന് ഫോൾ ചെയ്യുന്ന വാട്ടറാണ് അവിടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എനർജിയും
അതുപോലെ അതിൻ്റെ ഇമ്പാക്റ്റും കൂടുതലാവുകൊണ്ട് പ്രൊട്ടക്ഷൻ വർക്കിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത് L3 നമ്മൾ 20 മീറ്റേഴ്സും L4 10 മീറ്റേഴ്സുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ഡ്രോപ്പ് വെയറിൻ്റെ ഡിസൈൻ. താങ്ക് യു ഫോർ വാച്ചിങ്.